പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുന്റെ ആത്മഹത്യയിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ ഡയറക്ടറോട് തന്നെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. അപ്പോൾ അധ്യാപകരും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ സ്കൂൾ അന്തരീക്ഷം കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഐഷത്തുൽ ഷംന വിശദാംശങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷംന, ഒന്ന് ഈ ആരോപണ വിധേയരായ 2 അധ്യാപകർക്കെതിരെ ഇതിനോടകം നടപടി വന്നിട്ടുണ്ട്. കൂടുതൽ നടപടികൾ വേണോ എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നു. അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത്, മറ്റൊന്ന് പോലീസിൻ്റെ അന്വേഷണമാണ്. കുടുംബം ഇതിനോടകം പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. കേസെടുത്ത അന്വേഷണത്തിലേക്ക് പോലീസും കടക്കുന്നു. ഷംന, വകുപ്പ് തല അന്വേഷണത്തിൽ ഈ അധ്യാപകർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തുന്നത് വരെയും സസ്പെൻഷൻ നീളുമെന്നാണ് മാനേജ്മെന്റ് നമ്മളോട് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ പോലീസ് അന്വേഷണവും ഊർജിതമായി നടക്കുന്നുണ്ട്. ഇന്ന് കുഴൽമന്ദം പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ഇന്ന് സ്കൂളിലെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതായത് സ്കൂളിലെ പലപ്പോഴായി ഈ അധ്യാപകർ ശാരീരികമായി കുട്ടികളെ ഉപദ്രവിച്ചിരുന്നു എന്നൊരു ആരോപണം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിലെ CCTV അടക്കം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ഒപ്പം തന്നെ ഈ അധ്യാപകരിൽ നിന്നും പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും മൊഴി എടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ ഒരു അന്വേഷണം പോലീസ് ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെയായിരുന്നു DDE റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷെ ആ റിപ്പോർട്ടിലും പരാമർശിച്ചിരുന്നത് കൂടുതൽ അന്വേഷണം വേണം എന്ന് തന്നെയായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മറ്റൊരു അന്വേഷണത്തിന് ഡയറക്ടറോട് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളത്, റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും ഈ ടീച്ചർമാർക്കെതിരെയുള്ള സസ്പെൻഷൻ അത് പിൻവലിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഈ അർജുന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഈ ടീച്ചർമാരുടെ മാനസിക പീഡനമാണെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ ടീച്ചർമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഈ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് അടക്കം കടന്നില്ലെങ്കിൽ പ്രതിഷേധവുമായി ഇനി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. റീജി, ശരി. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അർജുന്റെ മരണത്തിന് കാരണം, ഈ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം അധ്യാപകരുടെ മാനസിക പീഡനമാണ് എന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ആ പരാതിയുമായി അവർ പോലീസിനെ സമീപിച്ചു കഴിഞ്ഞു. പോലീസ് കേസെടുത്ത് അന്വേഷണത്തിലേക്കും കടന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.